പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മഹാശിവരാത്രി കഴിഞ്ഞു പോകുമ്പോൾ ജീവിതം മാറിമറിയുകയും സാമ്പത്തികമായിട്ട് പുരോഗതി ലഭിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാർ, ഭഗവാന്റെ കൃപാകടാക്ഷം ഇവർക്കൊപ്പം തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ മഹാശിവരാത്രിക്ക് ശേഷം ഓരോ നക്ഷത്ര ജാതകരിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം, ശിവരാത്രി കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. തൊഴിൽ രംഗത്ത് മേന്മ, ധനവരവിൽ മാറ്റം, അടിയന്തര കാര്യങ്ങൾക്ക് സഹായ സഹകരണം, അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയം, ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി പൂർത്തീകരിക്കാൻ സാഹചര്യം ഒരുങ്ങും, ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടം, വസ്തു ഇടപാടിലുള്ള അനിശ്ചിതത്വം മാറ്റിയെടുക്കാൻ അവസരം, കലാരംഗത്ത് ചില അപ്രതീക്ഷിത അംഗീകാരങ്ങൾ, പൊതുപ്രവർത്തന രീതികളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ, സാങ്കേതിക രംഗത്ത് കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ, കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം, മറുനാട്ടിൽ ശുഭകാര്യ യോഗം, പ്രണയവിവാഹത്തിന് വാശി കൂടാനുള്ള സാധ്യത എന്നിവയും കാണുന്നുണ്ട്. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കറുകമാല, മഹാവിഷ്ണുവിന് പാൽപായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റം, സ്പോൺസറിൽ നിന്നും അനുകൂലമായിട്ടുള്ള മറുപടി, സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ഭാഗ്യം, കച്ചവടം മെച്ചപ്പെടുത്താൻ പുതിയ ലോൺ ശരിയാകാൻ സാധ്യത, കലാരംഗത്ത് മികച്ച കൂട്ടുകെട്ടിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് വഴി ചില നേട്ടങ്ങൾ തേടിയെത്തും. ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും കൂടി വരുന്നുണ്ട്. ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില അംഗീകാരങ്ങൾ ഈ ശിവരാത്രിയോടുകൂടി ഭാഗ്യം കൊണ്ട് ലഭിക്കും. അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായ ചുവടുമാറ്റം നടത്താൻ നല്ല സമയമാണ്. കാർഷിക വരുമാനം വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്തെ മാനസിക സംഘർഷത്തിൽ നിന്നും കരകയറും. മംഗല്യകാര്യത്തിൽ അവസരോചിതമായ ചില നീക്കങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരങ്ങൾക്ക് ശങ്കരനാരായണന് നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഔദ്യോഗിക തലത്തിൽ നല്ല സമയം, അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത, എതിർപക്ഷത്തെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി തന്ത്രപരമായ മറുപടികൾ നൽകാൻ സാധിക്കും. വ്യവസായ മേഖലയിൽ ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങളിലെ അപസ്വരങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. സ്വകാര്യ വാഹനം മുഖേന ആദായം, പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കും. ചലച്ചിത്ര രംഗത്ത് നേട്ടങ്ങൾ, വിവാദങ്ങളിൽ നിന്നും തന്ത്രപൂർവം തടിയൂരാൻ സാധിക്കും. മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കാൻ അവസരങ്ങളുണ്ട്. ദോഷപരിഹാരങ്ങൾക്ക് ദുർഗയ്ക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ നല്ല മാറ്റം, കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല സമയം, കലാപ്രവർത്തനങ്ങൾക്ക് സഹായം ലഭിക്കും. വാടക വരുമാനം വർദ്ധിക്കും. ദൂരദേശത്ത് പിടിച്ചു നിൽക്കാൻ താൽക്കാലിക ജോലി കണ്ടെത്തും. ആഭരണ നിർമ്മാണ മേഖലയിൽ നല്ല സമയം, സ്ഥാനക്കയറ്റ വിവാദം പരിഹരിക്കും. ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് വർദ്ധിക്കും. രജിസ്ട്രേഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ അവസരങ്ങളുണ്ട്. ഭവന നിർമ്മാണം പൂർത്തിയാകും. ശമ്പള വർധനവിനുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ദോഷപരിഹാരത്തിന് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ഹാരം,
ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, വെടിവഴിപാട് എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകീരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയം, സന്താനത്തിന് ദൂരദേശത്ത് മേന്മയുള്ള ജോലിക്ക് യോഗം, ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ സാധിക്കും, കടബാധ്യതകൾ തീർക്കാൻ ചില സഹായങ്ങൾ ലഭിക്കും, ദൂരദേശത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിക്ക് യോഗം ഉണ്ട്, സാങ്കേതിക സ്ഥാപനത്തിൽ ശമ്പള വർധനവ്, വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പ്, മികച്ച പ്രവർത്തനം മുഖേന ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കും, ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നതിന് ഉന്നതതല സ്വാധീനം ലഭിക്കും, ദൂരദേശത്ത് സ്ഥിരവസതിക്ക് യോഗം, വൈദിക കർമ്മങ്ങളിൽ പ്രശസ്തി എന്നിവ ലഭിക്കും. ഇവർ ദോഷപരിഹാരത്തിന് മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ തേടിയെത്തും, വസ്തു ഇടപാടിൽ വഴിത്തിരിവ്, സർക്കാർ ആനുകൂല്യങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത, ദൂരദേശത്ത് ധനവരവ്, സന്താനത്തിന് ജോലിയിൽ മാറ്റം, ജീവിത പങ്കാളിക്ക് കർമ്മഗതിയിൽ മാറ്റം, മേന്മയുള്ള മംഗല്യഭാഗ്യം എന്നിവ ലഭിക്കും. കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കാൻ അവസരങ്ങളുണ്ട്. കിട്ടാക്കനിയായ ഔദ്യോഗിക രേഖകൾ കണ്ടെത്തും. തൊഴിൽ സംരംഭത്തിന് പുതിയ ലോൺ ശരിയാകും. ഫ്ലാറ്റുകൾ സ്വന്തമാക്കാൻ അവസരമുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിൽ അംഗീകാരങ്ങൾ സിദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ശങ്കരനാരായണന് നെയ്വിളക്ക്, വെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തിരുവാതിര നക്ഷത്രക്കാർ ഈ സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നോക്കേണ്ടത്. കർമ്മരംഗത്ത് വലിയ പുരോഗതികൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. ഇൻ്റർവ്യൂവിൽ മികച്ച ജോലിക്ക് ഭാഗ്യം, വാഹനമോഹം പൂവണിയും, സന്താനത്തിന് ഔദ്യോഗിക തലത്തിൽ ഔന്നത്യം ഉണ്ടാകും, ഇടപാടിൽ ലാഭവിഹിതം വർദ്ധിക്കും, വ്യാപാര രംഗം വിജയിക്കും, കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യം, ഉന്നത പദവിക്ക് നറുക്കു വീഴാൻ സാധ്യതകൾ, പുതിയ തൊഴിൽ സ്ഥലത്തെ വെല്ലുവിളി സധൈര്യം നേരിടും, കുടുംബക്ഷേത്രത്തിന് ധനസഹായം ഉണ്ടാകും, ഉല്ലാസയാത്രകൾ നടത്താൻ നല്ല സമയമാണ്, ആദായ വിലയ്ക്ക് വസ്തു സമ്പാദിക്കും. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് അർച്ചന, പൊങ്കാല, ഹാരം, മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, പ്രദോഷവ്രതം എന്നിവ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വിജയം, ഗുണകരമായിട്ടുള്ള യാത്രകൾ നടത്താൻ അവസരം, പ്രബല ബിസിനസ് ഗ്രൂപ്പുമായി കരാർ പണികൾ ഏറ്റെടുത്ത് വിജയിക്കും, അന്യദേശത്ത് മേന്മയുള്ള സ്ഥാപനത്തിൽ സ്ഥാനചലനം ഉണ്ടാകും, അന്യസംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം, ഏജൻസി ഇടപാട് കൃത്യമായ അഴിച്ചുപണികൾ ആവശ്യമായിട്ട് വരും, രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കും, സഹപ്രവർത്തകരുടെ നീരസം വരാതെ ശ്രദ്ധിക്കണം. പൂയം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ടിവ്രതം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം അർച്ചന എന്നിവ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനപരമായ കാര്യങ്ങൾ നിറവേറ്റാൻ സഹായം ലഭിക്കും. അന്യദേശത്തു നിന്ന് ശുഭവാർത്താ യോഗം, സന്താനത്തിന് തൊഴിൽ രംഗത്ത് മേന്മ, ഇഷ്ടക്കാരിൽ നിന്നും സമ്മാനം ലഭിക്കും, പുത്തൻ വാഹനയോഗം, തീരുമാനങ്ങൾ തന്ത്രപരമായിട്ട് നടപ്പാക്കും, മംഗല്യകാര്യത്തിൽ അപ്രതീക്ഷിത പുരോഗതി, കലാരംഗത്ത് ഉണർവ്, നിർമ്മാണ മേഖലയിൽ ഗുണകരമായ അഴിച്ചുപണി, പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മേന്മയുള്ള ഓഫർ, കളത്ര സ്വത്തിൽ അവകാശം സിദ്ധിക്കും, ദോഷപരിഹാരമായിട്ട് മഹാദേവന് ധാര, കൂവളമാല, പ്രദോഷവ്രതം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, ഹാരം എന്നിവ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. ഇനി മകം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ കർമ്മരംഗത്ത് ശുഭകാര്യ യോഗം, സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ സഹകരണം, കുടുംബകാര്യങ്ങൾക്ക് ജീവിത പങ്കാളിയിൽ നിന്നും മികച്ച പിന്തുണ, ചികിത്സാരംഗത്ത് നേട്ടം,
ദൂരദേശത്ത് അടിയന്തര യാത്ര ആവശ്യമായിട്ട് വരും. ചരിത്ര സംഭവങ്ങളിൽ ഭാഗമാകാൻ അവസരം ലഭിക്കും. അഭിനയ രംഗത്ത് മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്യും. വിദേശവാസം മറ്റും മാതൃസ്വത്ത് തർക്കം പരിഹരിക്കാനും അവസരങ്ങളുണ്ട്. ദോഷപരിഹാരത്തിന് മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ മകം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക.